ഒരു പ്രാവശ്യമെങ്കിലും വിമാനത്തിൽ യാത്ര ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർ ഉണ്ടാകില്ല. വളരെ ആഗ്രഹിച്ച് യാത്രയ്ക്ക് തയ്യാറായി എയർപോർട്ടിൽ എത്തുമ്പോൾ പലരുടെയും മനസ്സിൽ ചെറിയൊരു പേടിയും കൺഫ്യൂഷനും കടന്നു വരും. വലിയ ടെർമിനലുകൾ, പല ദിശകളിലേക്ക് കാണിക്കുന്ന ബോർഡുകൾ, ഇടയ്ക്കിടെ കേൾക്കുന്ന അനൗൺസ്മെന്റുകൾ, ഇതെല്ലാം ആദ്യമായി യാത്ര ചെയ്യുന്ന ഒരാളെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് സ്വാഭാവികമാണ്. എയർപോർട്ടിനുള്ളിൽ കയറി എങ്ങോട്ട് പോകണം, എന്തൊക്കെ ചെയ്യണം എന്നാലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരും കുറവല്ല. എന്നാൽ എയർപോർട്ടിലെ ചില അടിസ്ഥാന നടപടികളും പതിവായി ഉപയോഗിക്കുന്ന വാക്കുകളും ഒക്കെ മുൻകൂട്ടി അറിഞ്ഞിരുന്നാൽ ആരുടെയും സഹായമില്ലാതെ തന്നെ നമുക്കും കൂളായി യാത്ര ചെയ്യാൻ കഴിയും. എന്താണ് ഇറ്റാ കോഡ്? ബോർഡിംഗ് പാസിലോ ബാഗേജ് ടാഗിലോ 3 വലിയ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണുന്നുണ്ടാകും. ഇതാണ് ഇറ്റാ കോഡ്. ഓരോ വിമാനത്താവളത്തിനും നൽകിയിരിക്കുന്ന പ്രത്യേക കോഡാണിത്. ഉദാഹരണത്തിന് നെടുമ്പാശ്ശേരി COK, തിരുവനന്തപുരം TRV, കരിപ്പൂർ CCJ, ദുബായ് DXB എന്നിങ്ങനെ. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ബാഗേജ് പരിശോധിക്കുമ്പോഴും ഈ കോഡ് ശ്രദ്ധിച്ചാൽ തെറ്റായ സ്ഥലത്ത് ഇറങ്ങുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ലേ ഓവർ എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ഫ്ലൈറ്റ് ലഭിക്കാത്ത യാത്രകളിൽ ഇടയ്ക്ക് മറ്റൊരു വിമാനത്താവളത്തിൽ ഇറങ്ങി വീണ്ടും മറ്റൊരു വിമാനത്തിൽ കയറേണ്ടി വരും. ഇങ്ങനെ ഇടയ്ക്ക് കാത്തിരിക്കേണ്ട സമയത്തെയാണ് ലേ ഓവർ എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ ഇത് മണിക്കൂറുകൾ മാത്രമാകും, ചിലപ്പോൾ ഒരു ദിവസം വരെ നീണ്ടേക്കാം. വിസ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് എയർപോർട്ടിന് പുറത്തിറങ്ങി സ്ഥലം കാണാനും സാധിക്കും. ലാൻഡ് സൈഡും എയർ സൈഡും. സെക്യൂരിറ്റി ചെക്കിന് മുൻപുള്ള ഭാഗമാണ് ലാൻഡ് സൈഡ്. യാത്രക്കാരെ യാത്രയാക്കാൻ വരുന്നവർക്ക് ഇവിടെ വരെ മാത്രമേ പ്രവേശനം അനുവദിക്കൂ. ടിക്കറ്റ് ഉണ്ടെങ്കിലും ബോർഡിംഗ് പാസ് എടുക്കാതെ സെക്യൂരിറ്റി ഏരിയയിലേക്ക് കടക്കാൻ കഴിയില്ല. വെബ് ചെക്ക് ഇൻ ചെയ്താൽ ബോർഡിംഗ് പാസ് നേരത്തെ തന്നെ ലഭിക്കും. ലഗേജ് ഉണ്ടെങ്കിൽ ചെക്ക് ഇൻ കൗണ്ടറിൽ ഡ്രോപ്പ് ചെയ്യണം. സെക്യൂരിറ്റി പരിശോധന കഴിഞ്ഞ് അകത്തേക്ക് കടന്നാൽ അത് എയർ സൈഡ് ആണ്. ഇവിടെ യാത്രക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഗേറ്റുകളും ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും എല്ലാം ഇവിടെയാണ്. ഒരിക്കൽ എയർ സൈഡിൽ പ്രവേശിച്ചാൽ അത്യാവശ്യ സാഹചര്യങ്ങളല്ലാതെ തിരികെ പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. ഫൈനൽ കോൾ കേട്ടാൽ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലോ കഫേയിലോ നിൽക്കുമ്പോൾ ഫൈനൽ കോൾ എന്ന അനൗൺസ്മെന്റ് കേട്ടാൽ ഉടനെ തന്നെ ഗേറ്റിലേക്ക് പോകണം. വിമാനത്തിന്റെ വാതിലടയ്ക്കാൻ പോവുകയാണെന്ന സൂചനയാണിത്. ഇതിന് വൈകിയാൽ ഫ്ലൈറ്റ് തന്നെ നഷ്ടപ്പെട്ടേക്കാം. ട്രാൻസിറ്റ് പാസഞ്ചർ. യാത്രക്കിടയിൽ മറ്റൊരു രാജ്യത്തോ വിമാനത്താവളത്തിലോ ഇറങ്ങി വീണ്ടും മറ്റൊരു ഫ്ലൈറ്റിൽ കയറുന്നവരെ ട്രാൻസിറ്റ് പാസഞ്ചർ എന്നാണ് വിളിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല. ചിലപ്പോൾ ടെർമിനലിനുള്ളിൽ തന്നെ അടുത്ത ഫ്ലൈറ്റിനായി കാത്തിരിക്കേണ്ടി വരും. ഇമിഗ്രേഷനും കസ്റ്റംസും ഒന്നാണോ? വിദേശയാത്രയിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണിത്. ഇമിഗ്രേഷൻ എന്നത് നിങ്ങളുടെ പാസ്പോർട്ടും വിസയും പരിശോധിക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ ആ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ യോഗ്യനാണോ എന്നതാണ് ഇവിടെ നോക്കുന്നത്. അതേസമയം കസ്റ്റംസ് എന്നത് നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ പരിശോധിക്കുന്ന ഏരിയയാണ്. അനുവദിച്ചതിൽ കൂടുതലായി സ്വർണം, മദ്യം, ഇലക്ട്രോണിക് സാധനങ്ങൾ തുടങ്ങിയവ ഉണ്ടോ എന്ന് ഇവിടെയാണ് പരിശോധിക്കുന്നത്. ഓരോ രാജ്യത്തിനും വ്യത്യസ്ത നിയമങ്ങൾ ഉള്ളതിനാൽ മുൻകൂട്ടി അറിയുന്നത് നല്ലതാണ്. ഇനി സ്മാർട്ട് യാത്രയ്ക്കായുള്ള ചില ടിപ്പുകൾ നോക്കാം. എയർപോർട്ടിൽ എത്തുന്നതിന് മുൻപ് വെബ് ചെക്ക് ഇൻ ചെയ്താൽ സമയം ലാഭിക്കാം. ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങളിലും DG യാത്രാ സൗകര്യം നിലവിലുണ്ട്. മുഖം സ്കാൻ ചെയ്ത് പേപ്പർ രേഖകളില്ലാതെ വേഗത്തിൽ അകത്തു കടക്കാൻ സഹായിക്കുന്ന സംവിധാനമാണിത്. എത്തിച്ചേരുമ്പോൾ ബാഗേജ് ക്ലെയിം ഏരിയയിൽ സ്ക്രീനിൽ കാണിക്കുന്ന കൺവെയർ ബെൽറ്റ് നമ്പർ ശ്രദ്ധിക്കണം. തിരക്കിനിടയിൽ മറ്റുള്ളവരുടെ ബാഗ് മാറിപ്പോകാതിരിക്കാൻ ബാഗിലെ ടാഗ് നമ്പർ പരിശോധിക്കുന്നത് നല്ല ശീലമാണ്. ആദ്യ വിമാനയാത്രയിൽ ചെറിയൊരു പേടിയും ആശങ്കയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ എയർപോർട്ടിലെ അടിസ്ഥാന കാര്യങ്ങളും പൊതുവായി ഉപയോഗിക്കുന്ന പദങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കിയാൽ യാത്ര കൂടുതൽ ലളിതവും ആസ്വാദികരവുമാകും. ചെറിയ തയ്യാറെടുപ്പുകൾ മതി. ടെൻഷൻ ഇല്ലാതെ ആത്മവിശ്വാസത്തോടെ ആകാശയാത്ര നടത്താൻ കഴിയും.